ബ്രസീലിന്റെ അടുത്ത പരിശീലകൻ ആരായിരിക്കുമെന്നുള്ളത് ഇപ്പം വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഡൊറിവൽ ജൂനിയറെ പുറത്താക്കിയതിന് ശേഷമുള്ള സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ ഒരു പരിശീലകനെ കണ്ടെത്തേണ്ട ആവശ്യകത ബ്രസീലിനുണ്ട്. കാരണം അടുത്ത ജൂണിൽ രണ്ട് നിർണായക ലോകകപ്പ് യോഗ്യതാ പോരാട്ടങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഒന്ന് ഇക്വഡോറിനെതിരെയും പിന്നെ പരാഗ്വയ്ക്കെതിരെയും. ഇനിയുള്ള 4 മത്സരങ്ങൾ ബ്രസീലിനെ സംബന്ധിച്ച് നിർണായകമാണ്. ഇപ്പം പോയിന്റ് ടേബിളിൽ 4ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ആദ്യ 6 സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുന്ന ടീമുകളാണ് ദക്ഷിണ അമേരിക്കൻ യോഗ്യതാ ഗ്രൂപ്പിൽ നിന്ന് ലോകകപ്പിന് എത്തുക. 7ാമത്തെ ടീമിന് പ്ലേ ഓഫ് കളിക്കേണ്ടി വരും. അപ്പോൾ ബ്രസീലിനെ സംബന്ധിച്ച് എല്ലാ ലോകകപ്പും കളിച്ചൊരു ടീമാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇനി റിസ്ക് എടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ ഒരു കോച്ചിനെ നിയമിച്ച് കാര്യങ്ങൾ സെറ്റാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പം അതൊരു പ്രോബ്ലം ആയിട്ട് നിൽക്കുകയാണ്. കാരണം ഈ ഒരു ടൈം ബ്രസീലിനെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഇനി ലോകകപ്പിന് ഒരു വർഷം മാത്രമേ ഉള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ ഈ ജൂണിൽ ബ്രസീലിന് ആരെ കോച്ചായിട്ട് കിട്ടും? ബ്രസീൽ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വമ്പൻ തോക്കുകളെയൊക്കെ ബ്രസീലിന് ലഭിക്കാനുള്ള ഒരു സാധ്യത വളരെ കുറവാണെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം കാർലോ ആൻസെലോട്ടിയുടെ കാര്യം അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു. ബ്രസീൽ കോൺഫെഡറേഷൻ ഇതുവരെ തന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല, ബ്രസീലിനോട് ബഹുമാനമുണ്ട്, പക്ഷേ റയൽ മാഡ്രിഡുമായി കമ്മിറ്റഡ് ആണ്. റയൽ മാഡ്രിഡിന്റെ കിരീടങ്ങളും നേട്ടങ്ങളൊക്കെയാണ് ലക്ഷ്യം എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം ഓൾറെഡി 2 വർഷം മുമ്പ് ബ്രസീലിന്റെ കോച്ചാവുമെന്ന് നമ്മളെല്ലാം വിചാരിച്ചതാണ്. പക്ഷെ അവസാന നിമിഷം അദ്ദേഹം റയലിൽ തന്നെ തുടരുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു സീസണിലാണെങ്കിൽ ഇനിയിപ്പം ജസ്റ്റ് സീസൺ അവസാനിച്ച ഉടനെ തന്നെ ക്ലബ് വേൾഡ് കപ്പ് തുടങ്ങുകയാണ്. ഈ ഒരു ഫോർമാറ്റ്, ഇത്തവണത്തെ ഫോർമാറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ പുതുക്കി വേറൊരു ലെവലാക്കി വലിയൊരു സംഭവമാക്കാനുള്ള ശ്രമത്തിലാണ് ഫിഫ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ക്ലബ്ബുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ടൂർണമെന്റിനെ കാണുക. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനാണ് 2026 വരെ കരാറുണ്ട്. ഈ സീസണിലെ റയൽ മാഡ്രിഡിന്റെ പെർഫോമൻസ് ഒക്കെ വളരെ നിർണായകമായി മാറും. അപ്പം ബ്രസീലിനെ സംബന്ധിച്ച് ആൻസെലോട്ടിയെ കിട്ടുക എന്നുള്ളത് ഇതിനൊക്കെ ഒരു ഫാക്ടറായിട്ട് മാറാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹമാണെങ്കിലും പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു ഇന്റർനാഷണൽ ടീമിന്റെ പരിശീലകനാകാൻ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം ഞാൻ എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ക്ലബ് ഫുട്ബോളിലാണെങ്കിൽ എല്ലാ ദിവസവും എനിക്ക് ജോലിയുണ്ട്, പക്ഷേ ഇന്റർനാഷണൽ ഫുട്ബോളിലാകുമ്പോൾ അങ്ങനെയില്ല എന്നൊക്കെ അദ്ദേഹം മുമ്പ് ഒരു ഇന്റർവ്യൂവിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ട്രാൻസിഷൻ, ഇപ്പം ഇത്രയും ലെജൻഡറി ആയ ഒരു കോച്ച്, ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു കോച്ച് ഇന്റർനാഷണൽ ഫുട്ബോളിലേക്ക് അല്ലെങ്കിൽ ഒരു ദേശീയ ടീമിനെ പരിശീലിപ്പിക്കാൻ വരികയാണെങ്കിൽ അദ്ദേഹം കൃത്യമായ ഒരു പ്ലാൻ തയ്യാറാക്കിയായിട്ടും വരിക. അല്ലാതെ അദ്ദേഹം അതൊരു ദുരന്തമായിട്ട് മാറാൻ ആർക്കും ആഗ്രഹം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആൻസെലോട്ടിയെ കിട്ടുന്ന കാര്യം നമുക്കിങ്ങനെ പറയാമെന്നല്ലാതെ പെട്ടെന്ന് അതൊരു സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഗ്വാർഡിയോളയുടെ പേരും ഇതുപോലെയൊക്കെ ഇങ്ങനെ ഗസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ അതിനും തൽക്കാലം സാധ്യതയൊന്നും ഇല്ല എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പാണ്. ഇപ്പൊ പിന്നെ ആരാണ് പ്രാക്ടിക്കലി ബ്രസീലിനെ സംബന്ധിച്ച് പെട്ടെന്ന് ഒരാളെ ബ്രസീലിനെ നിയമിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരു ചോദ്യം. പേരുകൾ വേറെയും ഉണ്ട്. ഇപ്പം ഫിലിപ്പെ ലൂയിസിന്റെ പേരുണ്ട്. ബ്രസീലിന്റെ മുൻ ഡിഫൻഡർ, ചെൽസിക്കും അത്ലറ്റിക്കോ മാഡ്രിഡിനൊക്കെ വേണ്ടി കളിച്ച പ്ലെയർ ആയിരുന്നു. അദ്ദേഹം ഇപ്പം നിലവിൽ ഫ്ലെമിംഗോയുടെ, ബ്രസീലിലെ പ്രമുഖ ക്ലബ്ബായ ഫ്ലെമിംഗോയുടെ കോച്ചാണ്. യങ് കോച്ചാണ്, 39 വയസ്സേ ഉള്ളൂ. ഫ്ലെമിംഗോയുടെ യങ് ടീമിനെയൊക്കെ വികസിപ്പിച്ചെടുക്കുന്നതിലൊക്കെ വളരെ പ്രാഗൽഭ്യം തെളിയിച്ച ഒരു കോച്ചാണ്. ഇപ്പം സീനിയർ സൈഡിന്റെ കോച്ചായിട്ട് നിൽക്കുന്നു. പക്ഷെ അദ്ദേഹം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കാരണം എനിക്ക് ഫ്ലെമിംഗോയിൽ തന്നെ കരിയർ തുടരാനാണ് ആഗ്രഹം എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു, തൽക്കാലം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് ഒരു ഓപ്ഷൻ ഏതാണ്ട് അടഞ്ഞു എന്നാണ് തോന്നുന്നത്. പിന്നെ ഇപ്പം സജീവമായിട്ട് കേൾക്കുന്നത് ജോർഹെ ജെസ്യൂസിന്റെ പേരാണ്. നിലവിൽ അൽ ഹിലാലിന്റെ പരിശീലകനായ പോർച്ചുഗീസ് കോച്ച്. അദ്ദേഹം വളരെ എക്സ്പീരിയൻസ്ഡ് ആയ കോച്ചാണ്. 70 വയസ്സൊക്കെ ഉണ്ട്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയുള്ള ഒരു കോച്ചാണ്. പോർച്ചുഗലിൽ തന്നെ ബെൻഫിക്കയുടെയും സ്പോർട്ടിങ്ങിന്റെയും ബ്രാഹയുടെ ഒക്കെ കോച്ചായിരുന്നു. അതിനുശേഷം ഫെനർബാച്ചയുടെ കോച്ചായിരുന്നു. അൽ ഹിലാൽ 2 തവണ അദ്ദേഹം പരിശീലകനായിരുന്നു. നിലവിലെ അൽ ഹിലാൽ പരിശീലകനാണ്. കഴിഞ്ഞ സീസണിൽ അൽ ഹിലാലിന് ലീഗ് കിരീടവും പിന്നെ അതുകൂടാതെ കിങ്സ് കപ്പും ഒക്കെ നേടിക്കൊടുത്ത, സൂപ്പർ കപ്പൊക്കെ നേടിക്കൊടുത്ത പരിശീലകനാണ്. അദ്ദേഹത്തിന് ബ്രസീലിലും എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹം ബ്രസീലിലെ പ്രമുഖ ക്ലബ്ബായ ഫ്ലെമിംഗോയുടെ പരിശീലകനായിരുന്നു 2019-20 സീസണിൽ. ആ സീസണിൽ അദ്ദേഹത്തിന് 5 കിരീടമൊക്കെ നേടിക്കൊടുക്കാൻ പറ്റി. ഫ്ലെമിംഗോയ്ക്ക് ലീഗ് കിരീടം പിന്നെ അതുകൂടാതെ കോപ്പ ലിബർട്ടഡോറസ് ഒക്കെ സ്വന്തമാക്കാൻ സാധിച്ചൊരു കോച്ചാണ്. അപ്പോൾ ബ്രസീലിയൻ സാഹചര്യവുമായിട്ട് അറിവുള്ള ഒരു കോച്ചാണ്. അതുമാത്രമല്ല പോർച്ചുഗീസുകാരനാണ്. അപ്പം പോർച്ചുഗീസ് എന്നുള്ള രീതിയിൽ ആ ലാംഗ്വേജ് ഒരു വിഷയമായിട്ട് മാറില്ല. അതിപ്പം വലിയ പ്രശ്നമല്ല. പക്ഷെ എന്നിരുന്നാലും അതും ഒരു അഡ്വാൻറ്റേജ് ആണ് അദ്ദേഹത്തിന്. ഇപ്പം ഹോർഹെ ജെസ്യൂസിന്റെ കാര്യത്തിൽ ബ്രസീലിന്റെ ഫാൻസിനൊന്നും വലിയ താല്പര്യമില്ല എന്ന് തോന്നുന്നു. ഇപ്പം പ്രത്യേകിച്ച് കേരളത്തിലെ ബ്രസീലിയൻ ഫാൻസൊക്കെ വളരെ നെഗറ്റീവായിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടു. ആ നെയ്മർ അയാൾ ഇഷ്യൂ ഒക്കെ ആയിരിക്കും അതിനൊരു കാരണം തോന്നുന്നു.
പിന്നെ മറ്റു പേരുകളും കേൾക്കുന്നുണ്ട്. ഇപ്പം റെനാറ്റോ ഗൗച്ച എന്ന് പറയുന്ന ഗ്രെമിയോയുടെ മുൻ പരിശീലകൻ്റെ പേര് കേൾക്കുന്നുണ്ട്. അതുകൂടാതെ നിലവിൽ പാൽമിറാസിൻ്റെ കോച്ചായ ആബേൽ ഫെരേറ, പോർച്ചുഗീസ് പരിശീലകൻ, 46 വയസ്സുള്ള, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരും സജീവമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ഇനി ഇതൊന്നുമല്ല, ഇനിയിപ്പോൾ ടിറ്റയ്ക്ക് വീണ്ടും ഒരു ചാൻസ് കൊടുക്കുമോ എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം അറിയാനുള്ളത്. കാരണം ടിറ്റ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, കാരണം പെട്ടെന്നൊരു ടീമിനെ സെറ്റ് ചെയ്തെടുക്കണം, ലോകകപ്പിന് ഇനി ഒരൊറ്റ വർഷം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം പുതിയൊരു കോച്ച് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് നല്ലൊരു ടൈം പിടിക്കും. ഇപ്പം ഡൊറിവാൾ ജൂനിയറിനൊന്നും ഇത്രയും ടൈം കിട്ടിയിട്ട് 16 മത്സരങ്ങൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ കളിച്ചിട്ടും അദ്ദേഹത്തിന് ഒരു കറക്റ്റ് സ്റ്റാർട്ടിങ് 11 അല്ലെങ്കിൽ ഒരു ശൈലിയൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ടിറ്റ വരികയാണെങ്കിൽ അത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. കാരണം അദ്ദേഹത്തിന് ബ്രസീലിയൻ ടീം വളരെ ഫെമിലറാണ്. ഈ ഒരു ബ്രസീലിയൻ ടീമിൽ തന്നെ ബഹുഭൂരിഭാഗം താരങ്ങളെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. പെട്ടെന്ന് തന്നെ അഡാപ്റ്റ് ചെയ്ത് ടീമിനെ സെറ്റ് ചെയ്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. പിന്നെ അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ്, വിന്നിംഗ് റേറ്റ് ഒക്കെ വളരെ ഹൈ ആയിരുന്നു. ആകെ സംഭവിച്ച 2 നോക്കൗട്ട് മത്സരങ്ങളിൽ ടീം പരാജയപ്പെട്ടു. ഇപ്പോൾ കഴിഞ്ഞ ലോകകപ്പിൻ്റെ ക്വാർട്ടറിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് ക്രൊയേഷ്യയോട് വീണത്. അതിന് മുമ്പാണെങ്കിൽ ബെൽജിയത്തോട്, അതും കളിക്ക് വിപരീതമായുള്ള റിസൾട്ടാണ് വന്നത്. അത് ബ്രസീൽ അത്യാവശ്യം നന്നായിട്ട് കളിച്ചിരുന്നു. അപ്പം ആ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ന്യൂനതയാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ പ്രാക്ടിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ടിറ്റയുടെ പേരും അതൊരു പ്രാക്ടിക്കലായിട്ട് സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സാഹചര്യം. പിന്നെ നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, 2002 ലോകകപ്പിൽ ഏതാണ്ട്, അതിന് വരുന്നതിന് മുമ്പ് ബ്രസീലിൻ്റെ സാഹചര്യം ഏതാണ്ട് സമാനമായിരുന്നു. 98-ന് ശേഷം 3 കോച്ചുമാരെയൊക്കെ പരീക്ഷിച്ചു, ആരും സക്സസ് ആയില്ല. അങ്ങനെയാണ് അവസാനം ലൂയിസ് ഫെലിപ്പെ സ്കൊളാരിയെ കൊണ്ടുവരുന്നത്. സ്കൊളാരി വന്നതിന് ശേഷം 1 വർഷം മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ആ 1 വർഷത്തിനിടെയാണ് അദ്ദേഹം മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് പിന്നെ ബ്രസീലിനെ ജേതാക്കളാക്കിയത്, ലോകകപ്പ് ജേതാക്കളാക്കിയത്. പക്ഷേ അന്നത്തെ ബ്രസീലല്ല ഇന്നത്തെ ബ്രസീൽ എന്നുള്ളതാണ്. അന്നത്തെ താരങ്ങൾ ആ രീതിയിലുള്ള തീക്ഷ്ണതയോടെ രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന താരങ്ങൾ ഇന്നില്ല എന്നുള്ളതാണ് ഒരു ന്യൂനത. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആര് ബ്രസീലിൻ്റെ അടുത്ത പരിശീലകനായിട്ട് വരാനാണ് സാധ്യത? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ.